സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇപ്പൊ ഡെലൂലുമായാണല്ലോ. സർവമായ മൂവി കണ്ട ആളുകൾ എന്തായാലും ഈ പേര് കേട്ടിട്ടുണ്ടാവും. നല്ല ക്യൂട്ടാണല്ലേ ഡെലൂലു. ഈ ഡെലൂലു എന്ന് പറയുന്ന കാര്യം നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും ഈ ഡെല്യൂഷൻ എന്ന അവസ്ഥ ഒരു തമാശയല്ല, അതൊരു മാനസിക ലക്ഷണമാണ്. ഞാൻ ഡോക്ടർ അശ്വതി, കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ്, കിംസ് വല്യത് ഹോസ്പിറ്റൽ. ഡെല്യൂഷൻ അല്ലെങ്കിൽ ഭ്രമം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതും വ്യക്തമായ തെളിവുകൾ നൽകിയാലും തിരുത്താൻ കഴിയാത്തതുമായ അടിയുറച്ച തെറ്റായ വിശ്വാസങ്ങളെയാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഒരു വ്യക്തി കള്ളം പറയുന്നതോ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കി പറയുന്നതോ അഭിനയിക്കുന്നതോ ഒന്നുമല്ല. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിലുള്ള ഒരു അപാകത മൂലമാണ് ഡെല്യൂഷൻ ഉണ്ടാവുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ജനിതകപരമായ ഘടകങ്ങൾ, നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് കൂടുമ്പോൾ ഈ സ്കിസോഫ്രീനിയ, ബൈപ്പോളർ അങ്ങനെയൊക്കെയുള്ള മാനസിക അവസ്ഥകളിൽ ലഹരിയുടെ ഉപയോഗം, അതായത് മദ്യം, മയക്കുമരുന്നിന്റെ ഒക്കെ നിരന്തരമായ ഉപയോഗം മൂലം ഡെല്യൂഷൻസ് വരാം. ചില ഫിസിക്കൽ കണ്ടീഷൻസ്, ഡിമെൻഷ്യ വരുന്നു, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നു, ചില ബ്രെയിൻ ട്യൂമേഴ്സ് ഒക്കെ ഇതിനകത്തും ഡെല്യൂഷൻസ് വരാം. ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായ ട്രോമാസ്, സാമൂഹിക ഒറ്റപ്പെടൽ, ഇതൊക്കെ കാരണം ഡെല്യൂഷൻസ് വരാം. സോ എന്ത് കാരണം കൊണ്ടായാലും ഈ ഡെല്യൂഷൻ എന്ന് പറയുന്നത് തമാശയല്ല. ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രീറ്റ്മെന്റ് എടുക്കുക.